ചില ചീത്ത ശക്തികളുടെ തിന്മകളിൽ നിന്ന് അവർ വരുത്തുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി മഹാത്മാക്കളോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം വിശദീകരിക്കുന്നു. ഉദ്ദേശിക്കപ്പെടുന്നത് ആ പരിശുദ്ധാത്മാക്കളാകുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധാത്മാക്കളോട് സഹായം നടത്തിയതിന് രേഖ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഹദീസിൽ തന്നെയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് മഹാത്മാക്കളോട് സഹായം നടത്തിയിട്ടുണ്ട്. ആ കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാത്മാക്കളാണ് എന്ന് ഇമാം ബാദി തന്റെ തഫ്സീറുൽ കബീറിന്റെ 1-ാമത്തെ വാല്യം 67-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. മറ്റും സൂചിപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹം പറയുകയുണ്ടായി, ആയത്തിനെ സംബന്ധിച്ചൊന്നും പരാമർശിക്കാത്തതുകൊണ്ട് വിശദീകരിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആയത്ത് തത്വത്തിൽ അംഗീകരിച്ചതായി ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഇമാം ബുഖാരിയുടെ ഹദീസിനെ അനുസരിച്ചു. ഒന്നുകൂടി ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആനിൽ ഖുർആൻ പണ്ഡിതന്മാരുടെ പിന്തുണയോടെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ റസൂൽ ചെയ്തോളണം എന്നില്ല. എവിടെയാണ് സുഹൃത്തെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് നബി ചെയ്തോളണം, ചെയ്തു കൊള്ളണം, എങ്കിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റൂ എന്നെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഒരു പ്രമാണം ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ മുസ്ലിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അത് ഖുർആനിന്റെയും പണ്ഡിത രേഖകളുടെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് ചെയ്യാം. അത് റസൂൽ ചെയ്തോ ചെയ്തില്ല എന്നത് വിഷയമല്ല. റസൂൽ ചെയ്തു എന്നതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. റസൂൽ ചെയ്തു എന്നതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. റസൂൽ ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം ഒഴിവാക്കാനും പറ്റില്ല. റസൂൽ ചെയ്തു എന്നതുകൊണ്ട് 9 ഭാര്യമാരെ റസൂൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അനുസരിച്ച് 9 ഭാര്യമാരെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പരിപൂർണമായ ക്രോഡീകരണം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാനല്ലേ ചെയ്തത്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബറല്ലേ ചെയ്തത്, ഉമർ ഫാറൂഖല്ലേ ചെയ്തത്. അങ്ങനെയുള്ള റസൂലുള്ളാഹിയുടെ കാലത്തല്ലേ അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതിൽ ചെയ്യാതിരിക്കുന്നുണ്ടോ? അപ്പോൾ ഖുർആൻ ക്രോഡീകരണം നമ്മൾ അംഗീകരിക്കുന്നു. റസൂൽ ചെയ്തിട്ടില്ല. ഖുർആനിന്റെ സമ്പൂർണ്ണമായ ക്രോഡീകരണം നബി ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. റസൂൽ 9 ഭാര്യമാരെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അതെന്തെങ്കിലും കഴിച്ചു. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ 4 ഭാര്യമാരെ പരമാവധി വെച്ചുള്ളൂ. അപ്പോ ചെയ്തു എന്നതുകൊണ്ട് ചെയ്യാനോ ചെയ്തില്ല എന്നതുകൊണ്ട് ഒഴിവാക്കാനോ ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഖുർആനിൽ വിഷയം തെളിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി ചെയ്തതാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. പിന്നെ മറ്റൊന്ന് സൂചിപ്പിച്ചത് ആരോ ചെയ്ത ഒരു സംഭവം, ആരോ പറഞ്ഞ ഒരു സംഭവം. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ശിർക്കിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് തെളിവ് ചോദിക്കുമ്പോൾ ആരോ ചെയ്ത ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. സുഹൃത്തെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരോ അല്ല, ആരോ ഒരു വ്യക്തിയല്ല. അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് മാതൃകായോഗ്യരായ ആരോഗ്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ മുഹാജിറുകളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ വ്യക്തി ചെയ്ത പ്രവർത്തനത്തെ അംഗീകരിക്കുന്നു. ഇതാണ് വിഷയം. ശിർക്കാണ് ചെയ്തതെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് അംഗീകരിക്കുകയില്ല. പിന്നെ പറഞ്ഞു, മുഴുവനും പറഞ്ഞതിന് തെളിവില്ല. ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഒരാളോട് ചെന്ന് പറഞ്ഞാൽ സാമാന്യമായി മനസ്സിലാക്കുന്ന കുറച്ച് കട്ട് പറഞ്ഞു, അവ കുറച്ച് മറച്ചു വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മുഴുവനും പറഞ്ഞു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. സാമാന്യ ഒരു ഭാഷാ പാണ്ഡിത്യമുള്ള ഏത് വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അത്. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിനോട് സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മഴ കിട്ടാൻ ആവശ്യമായ പ്രവർത്തനം ചെയ്തു എന്നല്ലാതെ നീ കബറുകൾ പോയി മഴ ചോദിച്ചത് ചുരുക്കായി എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിനോട് പറയുന്നില്ല. ഉമർ ഫാറൂഖിന്റെ അംഗീകാരം, സ്വഹാബത്തിന്റെ അംഗീകാരം ഇസ്ലാമിൽ മാനദണ്ഡം തന്നെയാണ്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്ന ആയത്തിലും അതുപോലെയുള്ള സമാനമായ മറ്റു ആയത്തുകളിലും മഹാന്മാരുടെ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ പ്രവർത്തനം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതൃക തന്നെയാണ്. ഉമർ ഫാറൂഖ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോ ഒരു വ്യക്തിയല്ല, ഏതോ ഒരു വ്യക്തിയല്ല. പിന്നെയോ ഉമർ സ്വർഗ്ഗത്തിലാണ് എന്ന് റസൂലുള്ള പറഞ്ഞ വ്യക്തിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശിർക്ക് ചെയ്യുന്ന, ശിർക്കിന് അംഗീകാരം കൊടുക്കുന്ന ഉമർ സ്വർഗ്ഗത്തിലാണ് എന്ന് റസൂലുള്ള പറയില്ല. തുടങ്ങിയിട്ട് ഈ ചോദ്യത്തില് ഇനി ആർക്കും അവസരം നൽകുന്നതല്ല. ഇല്ല, ഇത് പിന്നെ ഏകദേശം സദസ്സിന് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുന്ന ചോദിച്ചു.
എന്നോട് കൂടെ അല്ല, ഒരു സദസ്സിന് മിക്കവാറും ഒരു ധാരണ എത്തിയെന്നുള്ളതാണ് എല്ലാവരും മുഖം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം പ്രതീക്ഷ അവസാനിപ്പിക്കാം. പിന്നെയും അപ്പോൾ ആ സ്വാഗതം കൊടുക്കേണ്ട ഒരു സമയം എന്നെ മുന്നിൽ തീവാക്കി പോകുന്നത്. അപ്പൊ വേണമെങ്കിലും മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചോദിച്ചു വെച്ചിട്ട് വേണ്ട. നമ്മൾ കഴിഞ്ഞ് വന്ന് രണ്ടാമത് തുടങ്ങാൻ ഉണ്ടാവും.